നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഭരണപരമായ തീരുമാനങ്ങൾ വൈകുന്നത് അഴിമതിക്ക് തുല്യമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. പരാതി പരിഹാര അദാലത്തായ കരുതലും കൈത്താങ്ങും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സമരം 150 ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായി തുടർ സമരങ്ങൾ ശക്തമാക്കുന്നതിന് മുന്നോടിയായും പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ MP VM സുധീരൻ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്തു. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ കൊല്ലം കടവ് സ്വദേശിനി ഉഷയ്ക്കും ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങുന്ന കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിയുടെ ഉത്തരവ്. വിജ്ഞാനാലപ്പുഴ പദ്ധതിയുടെ ഭാഗമായുള്ള തൊഴിൽ മേള ഫെബ്രുവരി 1 നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഗാ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. ഭരണപരമായ തീരുമാനങ്ങൾ വൈകുന്നത് അഴിമതിക്ക് തുല്യമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. പരാതി പരിഹാര അദാലത്തായ കരുതലും കൈത്താങ്ങും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല, ഭരണപരമായ തീരുമാനങ്ങൾ വൈകുന്നത് അഴിമതിയായി തന്നെ കണക്കാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. അദാലത്തുകൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ജനാധിപത്യപരമായ ഇടപെടലാണ്. പരാതിക്കാർക്ക് തന്റെ ഭാഗം വീണ്ടും പറയാൻ അവസരം ലഭിക്കുന്നു. കരുതലും കൈത്താങ്ങും ചെങ്ങന്നൂർ താലൂക്ക് അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതുമാത്രമൊന്നുമല്ല അഴിമതി, അനാവശ്യമായി ചില കാര്യങ്ങൾ തീർപ്പാക്കാതെ വെക്കുന്നതും ഒരു സംവിധാനത്തിന് യോജിക്കുന്ന ഒന്ന് അല്ല. അതെല്ലാം പരിഹരിക്കുക എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ അദാലത്തും സംഘടിപ്പിച്ചിരിക്കുന്നത്. അദാലത്ത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഓരോ ആളും നൽകിയ അപേക്ഷ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി ആ വകുപ്പുകളുടെ റിപ്പോർട്ട് സഹിതം എത്തുകയാണ്. അവിടെ മന്ത്രിമാരിരിക്കുന്നു, ഒപ്പം ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുന്നു, പരാതിക്കാരനും വരുന്നു. 3 പേരും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ രമ്യമായ പരിഹാരമല്ല, നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ചുള്ള പരിഹാരമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പരിഹാരം ഉണ്ടാകുമ്പോൾ അപേക്ഷകന് ഈ 2 കൂട്ടരുടെ സാന്നിധ്യത്തിൽ വീണ്ടും സംസാരിക്കാൻ, ഇടപെടാൻ ഒരവസരം കിട്ടുന്നു എന്നുള്ളതാണ് അദാലത്തിൻ്റെ രീതി. നിയമത്തിനും ചട്ടത്തിനും അകത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ പരമാവധി സഹായിക്കാനുള്ള ശ്രമമാണ് അദാലത്തുകളെന്ന് മന്ത്രി പറഞ്ഞു. നിയമങ്ങളും ചട്ടങ്ങളും നിയമസഭ ഉണ്ടാക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കാനല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുകളിൽ അടയിരിക്കുന്നത് സർക്കാർ നയമല്ല. സർക്കാർ ഓഫീസുകൾ അദാലത്തിലെ തീരുമാനങ്ങളുടെ രീതി തുടർന്ന് പിന്തുടരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വികസനത്തിനൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അതിവേഗം ഇടപെടുന്ന സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചെങ്ങന്നൂർ MLAയും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ പ്രവർത്തനം വികസനം മാത്രമല്ല, ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുക എന്നതാണ് ഗവൺമെന്റ് നിലപാട്. അതിൻ്റെ ഭാഗമായി ഈ ഗവൺമെന്റ് വന്ന ആദ്യ വർഷം തന്നെ മന്ത്രിമാരെന്ന നിലയിൽ ഞങ്ങൾ 2 പേരും പങ്കെടുത്ത് ജില്ലയിലെ 6 താലൂക്കിലും അദാലത്ത് സംഘടിപ്പിച്ചു. അന്ന് ചെങ്ങന്നൂരിലെ അദാലത്ത് അതിവിപുലമായിരുന്നു. 6 താലൂക്കിൽ അന്ന് വന്ന അപേക്ഷയിൽ 4-1 പോലും ഈ പ്രാവശ്യമില്ല. ജില്ലയിൽ ഏറ്റവും കുറവ് അപേക്ഷ വന്നേക്കുന്ന ചെങ്ങന്നൂരാണ്. കാരണം ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാര്യമായി വലിയ പരാതിയോ പരിഭവോ ഇല്ലാത്ത ഒരു മണ്ഡലമായി ചെങ്ങന്നൂർ മാറി എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിയമത്തിൻ്റെ ഭാഗമായി, ചട്ടങ്ങളുടെ ഭാഗമായി പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ചെങ്ങന്നൂരിൽ നടക്കുന്നത് ജില്ലയിലെ 5ാമത്തെ അദാലത്താണ്. പ്രശ്നങ്ങൾ ഇതുവരെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരിഹരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ ശോഭ വർഗീസ്, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS സലീം, നഗരസഭാ കൗൺസിലർ V വിജി, വെൺമണി പഞ്ചായത്ത് പ്രസിഡന്റ് TC സുനിമോൾ, ADM ആശാ C എബ്രഹാം, RDO J മോബി, ചെങ്ങന്നൂർ തഹസിൽദാർ അശ്വിനി അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സമരം 150 ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായും തുടർ സമരങ്ങൾ ശക്തമാക്കുന്നതിന്റെ മുന്നോടിയായും പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ MP VM സുധീരൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 150 ദിവസം പിന്നിടുന്നു. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കുമെന്ന LDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കുക, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ പ്രദേശത്ത് മദ്യശാലകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കുക, പുതുതലമുറ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ LP ക്ലാസ് മുതൽ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു വന്നിരുന്നത്. തുടർ പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ മുന്നോടിയായി മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മുൻ MP VM സുധീരൻ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 29 സ്ഥാനത്ത് എത്രയോ പെരുകി. ഒരു 4 കോടി ലക്ഷമുള്ള കണക്ക് 859 ഇപ്പൊ പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ വെബ്സൈറ്റിൽ അനുവദിക്കുന്ന പുതിയ വാർഡുകളുടെ വിവരങ്ങളൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് എത്ര അനുവദിച്ചു എന്ന് ഒരു രേഖയുമില്ല. ഒട്ടും സുതാര്യമല്ല, വളരെ ഗോപ്യമാണ്, രഹസ്യ സ്വഭാവത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ നടപടികളിൽ സുതാര്യമായിരിക്കണം എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ മദ്യമാഫിയയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അവർക്ക് വേണ്ടി മാത്രമാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സുപ്രധാന പ്രശ്നങ്ങൾ അതൊന്നും പരിഹരിക്കാൻ, അതിലേക്ക് ശ്രദ്ധിക്കാൻ ഈ സർക്കാരിനെ മദ്യവിരുദ്ധ മുന്നണി സംസ്ഥാന ചെയർമാനും മാവേലിക്കര രൂപതാ ബിഷപ്പുമായ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ജനറൽ കൺവീനർ ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, മുൻ MLA-മാരായ A. ഷുക്കൂർ, അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, KCBC മദ്യവിരുദ്ധ സമിതി ആലപ്പുഴ രൂപതാ ഡയറക്ടർ ഫാദർ തോമസ് ഷൈജു, നാസർ ആറാട്ടുപുഴ, KK സഫിയ, ഡോക്ടർ വിൻസെന്റ് മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. സമരസമിതി ചെയർമാൻ BR കൈമൽ കരുമാടി സ്വാഗതവും ജനറൽ കൺവീനർ സിബി ഡാനിയൽ നന്ദിയും പറഞ്ഞു. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ കൊല്ലം കടവ് സ്വദേശിനി ഉഷയ്ക്കും ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങുന്ന കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിയുടെ ഉത്തരവ്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കൊല്ലംകടവ് ശംഭു ഭവനത്തിൽ T. ഉഷ ഏക വരുമാനദായകൻ മരിച്ചതിനുള്ള ധനസഹായം തേടി ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 2 വർഷം തികയുന്നു. ഉഷയും 90% വൈകല്യമുള്ള മകനും 3 മക്കളുള്ള മകളും ചേർന്നതാണ് ഉഷയുടെ കുടുംബം. വല്ലപ്പോഴും തൊഴിലുറപ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും ക്ഷേമ പെൻഷനുമാണ് ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ താങ്ങായിട്ടുള്ളത്. നിലവിലെ സ്ഥിതി ചോദിച്ചറിഞ്ഞ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഇത്തരത്തിലുള്ള കുടുംബത്തിന് നൽകുന്ന ആശ്വാസ ധനസഹായമായ 2 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിടുകയായിരുന്നു. മകനെ ശുശ്രൂഷിക്കേണ്ട സാഹചര്യത്തിൽ ഒരാൾ എപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ സഹായം വലിയ ആശ്വാസമാകുമെന്ന് ഉഷ പറഞ്ഞു. കൃത്യമായി മസ്റ്ററിംഗ് നടത്താത്തതിനാൽ ക്ഷേമ പെൻഷനും തടസ്സം നേരിട്ട് വരികയായിരുന്നു. ഉഷയുടെ ഈ ആവശ്യത്തിനും എത്രയും വേഗം പരിഹാരം കാണണമെന്നും മന്ത്രി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ മിഷൻ ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് പെൻഷനുള്ള തടസ്സം നീക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ഏറെക്കാലമായുള്ള ആവശ്യത്തിന് പരിഹാരം കണ്ട ആശ്വാസത്തിലാണ് ഉഷ. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. വിജ്ഞാൻ ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായുള്ള തൊഴിൽ മേള ഫെബ്രുവരി 1 നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഗാ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. നിലവിൽ 4 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഉള്ളതായും അധികൃതർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വിജ്ഞാന ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരി 1 നടത്തുന്ന മെഗാ തൊഴിൽ മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജില്ലയിൽ ഇതുവരെ 1.20 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ തൊഴിലന്വേഷകരായി 27,000-ഓളം ആളുകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും KG രാജേശ്വരി പറഞ്ഞു. KDISCുമായി സഹകരിക്കുന്ന വിവിധ തൊഴിൽ സമാഹരണ ഏജൻസികളിലൂടെ 4 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഇതിനോടകം ലഭ്യമാക്കിയിട്ടുണ്ട്.
10ാം തരം മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിവിധ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലവസരങ്ങളാണുള്ളത്. സംസ്ഥാന സർക്കാർ, കേരള നോളജ് ഇക്കോണമി മിഷൻ, KDISC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക, ആവശ്യമെങ്കിൽ അവരെ നൈപുണ്യ പരിശീലനം നൽകി തൊഴിലിലേക്ക് സജ്ജമാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും KG രാജേശ്വരി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും KDISCും സംയുക്തമായിട്ട് നടത്തുന്ന പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി. അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളെയും യുവതികളെയും കണ്ടെത്തി അവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. ആവശ്യമെന്ന് കണ്ടാൽ നൈപുണ്യ പരിശീലനമടക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെമ്പാടുമുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് വിജ്ഞാന ആലപ്പുഴ എന്ന പദ്ധതി 6 മാസങ്ങൾക്ക് മുൻപേ തുടക്കം കുറിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജോബ് സ്റ്റേഷൻ തുറന്നിട്ടുണ്ട്. കുറേയേറെ സന്നദ്ധ പ്രവർത്തകരെ ഇതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 നടക്കുന്ന മെഗാ തൊഴിൽമേളയുടെ മുന്നോടിയായി ജനുവരി 16 ഉച്ചയ്ക്ക് 3 മണിക്ക് SD കോളേജിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടക്കും. രജിസ്ട്രേഷൻ നടത്താൻ താൽപ്പര്യമുള്ളവർക്ക് DWMS പോർട്ടൽ വഴിയോ പ്ലേ സ്റ്റോറിൽ നിന്ന് DWMS കണക്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് knowledgemission.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും ബന്ധപ്പെടാം. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, സ്ഥിരം സമിതി അംഗം MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, വിജ്ഞാന ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്റർ CK ഷിബു, KDISC ഫാക്കൽറ്റി പ്രിൻസ് എബ്രഹാം, KKEM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡാനി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രൊഫസർ R ജിതേന്ദ്രവർമ്മ സ്മാരകം നാദം സാഹിത്യ പുരസ്കാരം ജേതാക്കളെ പ്രഖ്യാപിച്ചു. PK ഗോപി, ജ്യോതിലക്ഷ്മി നമ്പ്യാർ, TK സുവർണൻ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ജനുവരി 30 നടക്കുന്ന സാംസ്കാരിക ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. പ്രൊഫസർ R ജിതേന്ദ്രവർമ്മ സ്മാരക നാദം സാഹിത്യ പുരസ്കാരത്തിന് മലപ്പുറം സ്വദേശി PK ഗോപി, ചെന്നൈ സ്വദേശിനി ജ്യോതിലക്ഷ്മി നമ്പ്യാർ, കാസർഗോഡ് സ്വദേശി TK സുവർണൻ എന്നിവർ അർഹരായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 30 പറവൂർ ജനജാഗൃതി ഹാളിൽ നടക്കുന്ന സാഹിത്യ പുരസ്കാര വിതരണ സമ്മേളനം കവിയും വയലാർ അവാർഡ് ജേതാവുമായ പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ ജിതേന്ദ്രവർമ്മയുടെ സഹധർമ്മിണി ജയലക്ഷ്മി വർമ്മ പുരസ്കാര സമർപ്പണം നടത്തും. കഥാകൃത്ത് PJJ ആന്റണി മുഖ്യ പ്രഭാഷണം നടത്തും. പുരസ്കാര ജേതാക്കൾക്ക് 11,111 രൂപ ക്യാഷ് അവാർഡും ഫലകവും നൽകും. കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട 10 രചയിതാക്കളെ ചടങ്ങിൽ ആദരിക്കും. പ്രൊഫസർ MK സാനുമാഷ്, കിളിരൂർ രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരത്തിനർഹമായ കൃതികൾ തിരഞ്ഞെടുത്തത്. ഡോക്ടർ നെടുമുടി ഹരികുമാർ, ജോൺ പൂക്കായി, പ്രൊഫസർ R രാമരാജവർമ്മ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നാദം സാഹിത്യ പുരസ്കാരം 2024 ജേതാക്കളെ പ്രഖ്യാപിച്ചു. ജനുവരി 30 പറവൂർ ജനജാഗൃതി ഹാളിൽ നടക്കുന്ന സാഹിത്യ സാംസ്കാരിക സമ്മേളനം കവിയും വയലാർ അവാർഡ് ജേതാവുമായ ശ്രീ പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് അവാർഡ് ജേതാക്കൾക്ക് ക്യാഷ് അവാർഡുകളും ഫലകങ്ങളും നൽകും. അവാർഡ് തുക 30,333 രൂപയാണ്. 33 രൂപയാണ്. 33,333 രൂപയാണ്. 11,111 രൂപ വീതം 3 കൃതികൾക്കാണ് നൽകുന്നത്. പ്രൊഫസർ MK സാനു മാഷ്, ശ്രീ കിളിരൂർ രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജൂറി അംഗങ്ങളാണ് കൃതികൾ തിരഞ്ഞെടുത്തത്. ആകാശപ്പന്ത് ഓർമ്മകൾ ശ്രീ PK ഗോപി, പഴഞ്ചൊല്ലിൽ പതിരില്ല കഥകൾ ശ്രീമതി ജ്യോതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണപരമായ തീരുമാനങ്ങൾ വൈകുന്നത് അഴിമതിക്ക് തുല്യമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അഭിപ്രായപ്പെട്ടു. പരാതി പരിഹാര അദാലത്തായ കരുതലും കൈത്താങ്ങും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സമരം 150 ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായി തുടർ സമരങ്ങൾ ശക്തമാക്കുന്നതിന് മുന്നോടിയായും
പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ MP VM സുധീരൻ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്തു. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ കൊല്ലം കടവ് സ്വദേശിനി ഉഷയ്ക്കും ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങുന്ന കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിയുടെ ഉത്തരവ്. വിജ്ഞാനാലപ്പുഴ പദ്ധതിയുടെ ഭാഗമായുള്ള തൊഴിൽ മേള ഫെബ്രുവരി 1 നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഗാ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.